അമേരിക്കയിലെ ടെക്സാസിൽ നടന്ന ബഹിരാകാശ സംബന്ധമായ മത്സരത്തിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം മലയാളി വിദ്യാർത്ഥികൾ. കൊച്ചി എരക്കുന്നം ടോക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്കാണ് അപൂർവമായ അവസരമൊരുങ്ങിയത്. രാജ്യാന്തരതലത്തിൽ ശ്രദ്ധേയമായ കാൻസാറ്റ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ടോക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. തരംഗ് എന്ന 5-അംഗ ടീം കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കിരൺ ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബഹിരാകാശ സംബന്ധമായ പ്രോജക്ടാണ് ഇതിന് വഴിയൊരുക്കിയത്. അമേരിക്കൻ ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആന്റ് ആസ്ട്രോനോട്ടിക്സ് എന്നീ സംഘടനകൾ ചേർന്ന് നാസ ഉൾപ്പെടെയുള്ള വിഖ്യാത സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. 9 രാജ്യങ്ങളിൽ നിന്നുള്ള 26 വിദ്യാർത്ഥികൾക്കൊപ്പം മാറ്റുരയ്ക്കാനുള്ള അവസരം വിലമതിക്കാനാവാത്തതാണെന്ന് തരംഗ് ടീമംഗങ്ങൾ പറയുന്നു. അമേരിക്കൻ ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റിന്റെ ഡയറക്ടർ പേഴ്സണലി കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന മൊണാക് ശർമ്മ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ജൂനിയർ സയന്റിസ്റ്റ് ഫ്രം നാസ, അതും ഉണ്ടായിരുന്നു. അവരോട് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റി, കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളൊരു കേരള ലെവലിലുള്ള ഒരു കേരള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുന്ന നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിന് ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പോഷറും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വ്യത്യസ്ത എഞ്ചിനീയറിംഗ് മേഖലകളുടെ സംയോജനത്തിലൂടെ യഥാർത്ഥ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുകയാണ് കാൻസാറ്റ് ചെയ്യുന്നത്. ഗ്രഹത്തിന്റെ പ്രതലത്തിലേക്ക് സെൻസർ പേലോഡ് സുരക്ഷിതമായി വിക്ഷേപിക്കുന്നത് എങ്ങനെ എന്നതായിരുന്നു വിഷയം. ചെറിയ സാറ്റലൈറ്റിന്റെ മെക്കാനിക്കൽ സ്ട്രക്ചർ, അതുപോലെ ഇലക്ട്രോണിക്സ്, അതിന്റെ ഇലക്ട്രിക്കൽ റിക്വയർമെന്റ്സ്, പവർ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റിയെന്നാണ്. ഞങ്ങൾക്ക് നോളജ് ഷെയർ ചെയ്യാൻ പറ്റി. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള സഹായം ലഭിച്ചതായി കോളേജിലെ 6ാം സെമസ്റ്റർ ബിടെക് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ബിറ്റ്സ് പിലാനി, ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി.